പാലക്കാട് വടക്കഞ്ചേരിയിൽ യാക്കോബായ ഓർത്തഡോക്സ് തർക്കം നടക്കുന്ന പള്ളികൾ പിടിച്ചെടുക്കാൻ ഓർത്തഡോക്സ് വിഭാഗം നീക്കം തുടങ്ങിയെന്ന വാർത്ത. വടക്കഞ്ചേരി മേഖലയിൽ മംഗലം ഡാം, ചെറുകുന്നം, എരിക്കുംചിറ പള്ളികളാണ് പിടിച്ചെടുക്കുക. കോടതിയിൽ കഴിഞ്ഞ ഡേറ്റിന് എഴുതി കൊടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ ഇവിടുത്തെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ഉള്ള ജനങ്ങളാണ്. ലോ ഓഫ് ദ ലാൻഡ് ആണ് ഏറ്റവും പ്രധാനം. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് തത്സമയം ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. പള്ളി പിടിച്ചെടുക്കാൻ ഓർത്തഡോക്സ് വിഭാഗം പുലർച്ചെ തന്നെ എത്തിയേക്കുമെന്നുള്ള സൂചനകളുടെ പശ്ചാത്തലത്തിൽ ഏതാണ്ട് 4 മണി മുതൽ തന്നെ 4 മണിക്ക് അവർ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ പ്രദേശത്തെ പോലീസിന്റെ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നു. ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് അടക്കം സംഭവ സ്ഥലത്തെത്തി കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പുലർച്ചെ ആ സംഘം എത്തിയില്ല. അല്പസമയം മുൻപ് ഈ ഓർത്തഡോക്സ് വിഭാഗം വൈദികരൊക്കെ അവിടെ എത്തിച്ചേർന്നു. ഇപ്പോൾ വിശ്വാസികളുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും ഈ കോടതി വിധി തങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളത് തന്നെയാണ് യാക്കോബായ വിഭാഗം പറയുന്നത്. 26-ാം തീയതിക്ക് മുൻപ് ഈ പള്ളികൾ കൈമാറണം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. വടക്കഞ്ചേരി മേഖലയിൽ മാത്രം മംഗൽ ഡാം, ചെറുകുന്നം, എരിക്കുംചിറ പള്ളികളാണ് പിടിച്ചെടുക്കുക. എരിക്കുംചിറ പള്ളിക്ക് മുന്നിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പള്ളിക്ക് മുന്നിൽ പ്രവേശിക്കാനാണ് ഓർത്തഡോക്സ് വിഭാഗം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വിശ്വാസികളുമായി വൈദികർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പള്ളി തർക്കത്തിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായ കോടതി വിധിയാണ് വന്നത്. 26-ന് ഉള്ളിൽ പള്ളികൾ പിടിച്ചെടുത്ത് ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറണമെന്നാണ് ഉത്തരവിട്ടിരുന്നത്. പ്രതിഷേധത്തെ തുടർന്ന് തഹസിൽദാർ ഓർത്തഡോക്സ് വിഭാഗത്തോട് തിരികെ പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും അവരും ഇപ്പോൾ പ്രതിഷേധത്തിലാണ്. കോടതി വിധി നടപ്പാക്കണമെന്നാണ് ഓർത്തഡോക്സ് വിഭാഗം വൈദികർ പറയുന്നത്. തങ്ങളെ അറസ്റ്റ് ചെയ്ത് നീക്കട്ടെ എന്ന് യാക്കോബായ വിഭാഗവും പറയുന്നുണ്ട്. എന്തായാലും കൂടുതൽ പോലീസ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ കൂടുതൽ പോലീസ് എത്തിച്ചേരുന്നു. പരമാവധി വിശ്വാസികളെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്.